ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക, റിപ്പീറ്റ്ലി കൊണ്ടുവരിക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക ഓർ സബ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. എന്താണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണ്? ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പൊ ഏസ് ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്ന സമയത്ത് ഇവിടെ നിങ്ങളടുത്ത് ഭയങ്കര സ്നേഹമുണ്ട് എന്ന് കാണുന്നുണ്ട്. അവർക്ക് പുതിയ പുതിയ ലവ് നിങ്ങളടുത്ത് തോന്നുന്നുണ്ട്. മീൻസ് പുതിയ പുതിയ സ്നേഹത്തിന്റെ എന്തൊക്കെയോ ഓർമ്മകൾ അല്ലെങ്കിൽ പുതിയ സ്നേഹമായിട്ട് ഉള്ളിൽ തോന്നുക. നിങ്ങൾ മാരീഡ് പേഴ്സൺസ് ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ മാരേജ് കഴിഞ്ഞാലുള്ള അവസ്ഥകളൊക്കെ അവർ ഡ്രീം ചെയ്യുന്നുണ്ട്. മാരീഡ് പേഴ്സൺസ് ആയിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതായത് ഒരു ന്യൂ കപ്പിൾസ് എന്നൊക്കെ പറയാം, മേഡ് ഫോർ ഈച്ച് അതർ എങ്ങനെ ഉണ്ടാകും എന്നൊക്കെയുള്ള രീതിയിൽ അവർ ഡ്രീം ചെയ്യുന്നത് പോലെ മാരീഡ് പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ പുതിയ ബേബിയെ കുറിച്ചിട്ട് ഡ്രീം ചെയ്യുക. ഒരു ഭയങ്കരമായിട്ട് റൊമാൻറ്റിക്കലി നിങ്ങളുമായിട്ട് കണക്ട് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് പല കാര്യവും ഇപ്പം അവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. മീൻസ് ഒരു ഹാപ്പിനെസ് പോലെ ചിന്തിക്കുമ്പം അവർ ഭയങ്കര എന്തോ ഒരു എനർജറ്റിക് ആവുന്നത് പോലെ, ഹാപ്പിനെസ്, റൊമാൻറ്റിക് എനർജി വരുന്നത് പോലെയൊക്കെ. ഓക്കെ, പുതിയ പുതിയ ഫീലിങ്സ് അവർക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏസ് ഓഫ് കപ്സിന്റെ എനർജി അതാണ് പറയുന്നത്. 9 ഓഫ് പെൻഡക്കിളിന്റെ എനർജി ആണ്. നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഇവർ ഭയങ്കര കംഫർട്ടായിരുന്നു. അതിപ്പം അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. കംഫർട്ടായിരുന്നു. പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ കൺട്രോൾഡ് ആയിരുന്നു അവർക്ക്. അതായത് പലതിലും അവർക്കൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അവർ ഫിനാൻഷ്യലി ഓക്കെ ആയിരുന്നു. മേ ബി നിങ്ങൾ ഫിനാൻഷ്യലി അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകാം. പല കാര്യത്തിലും അവർക്ക് എന്താ പറയുക, വേറൊരാളെ ആശ്രയിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിരുന്നില്ല. അത് കെയറിങ്ങിലായിക്കോട്ടെ, അവരുടെ ഒരു കംഫർട്ട് സോൺ ആയിരുന്നു നിങ്ങളെന്നുള്ളത്. പക്ഷെ അത് നിങ്ങളെ മനസ്സിലാക്കിയില്ല. ഇപ്പോഴാണ് അവരത് തിങ്ക് ചെയ്യുന്നത്. സോ ആ ഒരു കാര്യങ്ങളെല്ലാം അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. 10 ഓഫ് വാൻസിന്റെ എനർജി ആണ്. ഇത് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ട് എന്നുള്ളത് കാണുകയാണ്. അതായത് അവർക്ക് ഇപ്പം ലൈഫിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇവർക്ക്. സോ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പം ഈ റെസ്പോൺസിബിലിറ്റി എല്ലാം ആദ്യം ഇവർ ചെയ്തുകൊണ്ടിരുന്നപ്പം നിങ്ങൾ കൂടെയുള്ള സമയത്ത് ഇവർക്ക് ഈ സ്ട്രെസ് ഒന്നും അല്ലായിരുന്നു. അതായത് സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും അത് ഹീൽ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അവർക്ക് ഈ സ്ട്രെസ് അവർ ഒറ്റയ്ക്ക് താങ്ങി നടക്കുന്നത് പോലെ. ആദ്യം ഷെയറിങ്ങിന് ഒരാളുണ്ടായിരുന്നു, ഇപ്പം ഇല്ലാത്തവർ. അതിനർത്ഥം നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. ഇതും നിങ്ങളുടെ പ്രസൻസ് ഉള്ളൊരു മിസ്സിങ് ആണ്. നിങ്ങൾ ഉണ്ടായിരുന്നപ്പം ഉള്ള ഒരു സമയവും ആ സമയത്ത് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തതും ഇപ്പം നിങ്ങൾ ഇല്ലാത്തൊരു സമയത്ത് എങ്ങനെയാണ് അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസ്, അത് രണ്ടും കൂടി അവർ കമ്പയർ ചെയ്ത് നോക്കുന്നതാണ്. ഓക്കെ, അതൊരു മിസ്സിങ് എനർജിയാണ്. 6 ഓഫ് ഇത് ലവേഴ്സ് കാർഡാണ്. സോറി, ഇത് ലവേഴ്സ് കാർഡാണ്. അപ്പം ലവേഴ്സ് കാർഡ് വരുന്ന സമയത്ത് അഗെയിൻ ഫസ്റ്റ് ഏസ് ഓഫ് കപ്സിന്റെ എനർജി തന്നെയാണ് പറയുന്നത്. ഒരുപാട് സ്നേഹം നിങ്ങളടുത്ത് തോന്നുന്നുണ്ട്. ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്. നിങ്ങളുടെ വാല്യൂ ഇപ്പം അവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം ഇപ്പം നിങ്ങളടുത്ത് തോന്നുന്നുണ്ട്. ഒക്കെ ഒരു റിലേഷൻഷിപ്പിന്റെ വാല്യൂ എന്താന്നുള്ളത് ഇപ്പോഴാണ് അവര് തിരിച്ചറിയണത്. ഓക്കെ, അത് റിയൂണിയൻ പോസിബിലിറ്റി ആണ്. ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് റിയൂണിയൻ പ്രതീക്ഷിക്കാം. അപ്പം ഈ പേഴ്സൺ നിങ്ങളുടെ ഇതൊരു ഫിസിക്കലി സെക്ഷലി ഒക്കെയുള്ള ഫീലിങ്സ് നിങ്ങളടുത്ത് വരുന്നുണ്ട് എന്നുള്ള. അപ്പം തുടക്കേ നമ്മൾ പറഞ്ഞു ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ അവർക്ക് വരുന്നുണ്ട്. ചിന്തിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. നിങ്ങളിത് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. ഇല്ല എന്നുള്ളവർ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റിയൂണിയൻ ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് സ്നേഹം ഈ വ്യക്തിക്ക് ഉണ്ട് നിങ്ങളടുത്ത്. നയൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് ദെൻ കിട്ടിയിട്ടുള്ളത്. ഇതും സെയിം ആണ്. ഇവിടെ നേരത്തെ നമുക്ക് 10 ഓഫ് വാൻസിന്റെ എനർജി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ട്രെസ് അവർക്ക് ഉണ്ടായിരുന്നു. ആ സ്ട്രെസ്സിന്റെ സമയത്തെല്ലാം നിങ്ങളായിരുന്നു അവർക്ക് ഹീൽ കൊടുത്തുകൊണ്ടിരുന്നത്. ഹീലിംഗ് അല്ലെങ്കിൽ അവർക്ക് ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ നിങ്ങളായിരുന്നു. പക്ഷെ ഇപ്പം അതില്ലാത്തതുപോലെയാണ് കാണിച്ചു തരുന്നത്. സോ
ഇവിടെ എഗെയിൻ കൺഫർമേഷൻ ആയിട്ടാണ് 9 ഓഫ് വൺസ് വന്നിട്ടുള്ളത്. ഇവർക്ക് സ്ട്രെസ് ഉണ്ട്, ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നത് കൊണ്ടും ലൈഫിലെ സിറ്റുവേഷൻസ് റെസ്പോൺസിബിലിറ്റി കാരണം ഇവർക്ക് ആ ഒരു സ്ട്രെസ് കാരണം ഹെൽത്ത് ഇഷ്യൂസ് വരെയാണ്. അപ്പം ഒരു സപ്പോർട്ടില്ല. ഓക്കെ, ഒരു സപ്പോർട്ട് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം, അതായത് ഒരാളില്ല, താങ്ങാൻ ഒരാളില്ല, കെയറിങ് ഇല്ല, പറയാൻ ആളില്ല, സഹായിക്കാൻ ആളില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് നിങ്ങളുടെ മിസ്സിങ് എനർജി. അതൊക്കെ ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. സോ അതൊരു മിസ്സിങ് എനർജിയാണ്. 8 ഓഫ് പെൻഡക്കിൾ ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഇവരുടെ ഒരു തോട്ട്സ് ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കും. എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നിങ്ങളെ നേടിയെടുക്കും എന്നുള്ളൊരു തോട്ടാണ്. ഓക്കെ, അതായത് ഹാർഡ് വർക്കാണ് നിങ്ങളിലേക്ക് ഇനി വരിക, അല്ലെങ്കിൽ നിങ്ങളെ ഇനി ഒന്നും കൂടി കൂടെ കൂട്ടുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു ടാസ്ക് ആണ്. ഓക്കെ, അപ്പം അത് ചെയ്യാൻ ഇവർ തയ്യാറാണ്. അവരുടെ ആ ഒരു ടാലന്റ് അല്ലെങ്കിൽ അവർ ഏത് വഴി പോകണം എന്നുള്ളത് അവർ തന്നെ സ്വയം ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് നന്നായിട്ട് അറിയാം. അത് അവർക്കൊരു ടാസ്ക് ആയിട്ടാണ് ഉള്ളത്. ഫൈനലി നമുക്ക് കിട്ടിയത് എംബ്രൻസ് ആണ്, എംബ്രൻസ് കാർഡാണ്. ഇതും വളരെയധികം സ്നേഹമുള്ള, അൺകണ്ടീഷണൽ ലവ് ഉള്ള, നിങ്ങളടുത്ത് റൊമാൻറ്റിക്കലി എനർജി ഉള്ള, ഒരു സെക്ഷുവലി ഒക്കെ ഫീലിങ്സ് എല്ലാം കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങളെ ഭയങ്കരമായിട്ടും കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഇനി കെയർ ചെയ്യണം. ഇപ്പം നിങ്ങൾ ആദ്യം ഒന്നും കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി കെയർ ചെയ്യണം. നിങ്ങൾ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ കെയറിങ് തിരിച്ചു തരണം. ഇവർ ആക്ഷൻ എടുത്ത് തുടങ്ങി എന്ന് നമുക്ക് പറയാം. ആക്ഷൻ എടുത്ത് തുടങ്ങി, ഇവർക്കൊരു ഗ്രോത്ത് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം ഇവരെ ഭാഗത്തു നിന്നിട്ട് ഇങ്ങനെയുള്ള ചേഞ്ചുകൾ. നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടാകാം, ഇത് ഈ പേഴ്സൺ തന്നെയാണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാകാം. ഇവർ നല്ലൊരു പാരന്റ് ആകുക. ഓക്കെ, അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ളതെല്ലാം നിങ്ങൾ എങ്ങനെ സ്നേഹിച്ചോ അതേ പൊസസീവ്നെസ്സിൽ അല്ലെങ്കിൽ ആ ഒരു അതേപോലെ നിങ്ങൾക്കത് റിട്ടേൺ തരിക എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ മാരീഡ് പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ ഫെർട്ടിലിറ്റി കാണുന്നുണ്ട്. മാരീഡ് പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ ഒരു ന്യൂ ബേബിക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഇവർ നടത്തുന്നുണ്ട്. ഇവിടെ കൂടുതലും റൊമാൻറ്റിക് എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സിൽ. ഓക്കെ, ഇവിടെ സോഡിയക് സൈൻ വന്നിട്ടുള്ളത് സാജിറ്റേറിയസ്, യുറാനസ്, ലിയോ. ഇതാണ് മെയിൻലി ഇവിടെ വന്നിട്ടുള്ള സോഡിയക് സൈൻസ്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പർ 9 ആണ് വന്നിട്ടുള്ളത് കേട്ടോ. 9 ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇപ്പം അവർ ആക്ഷൻ എടുത്ത് തുടങ്ങി എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് 9 days 9 weeks 9 month പറയാൻ പറ്റില്ല. ചില ആളുകളത് ചിലത് കിട്ടാൻ ഭയങ്കര ലേറ്റ് ആയിരിക്കും. അത് നിങ്ങൾ എങ്ങനെയാണോ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്, റിലേഷൻഷിപ്പിന്റെ എനർജി ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക. അപ്പം ഇപ്പം സെൽഫ് ലവ് അല്ലെങ്കിൽ അവനവന് പ്രിയോറിറ്റി കൊടുക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ലെറ്റ് ഗോ ചെയ്ത് അവനവൻ്റെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നേരത്തെ റിസൾട്ട് കിട്ടും. അപ്പം 9 days 9 weeks 9 month ആയിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പം 9 എന്ന് പറയുന്ന നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.